നമസ്കാരം, എല്ലാവർക്കും ലൈക്ക് ആൻഡ് ലൈവിലേക്ക് സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായരാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഇന്ന് നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരിക. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ഇന്ന് ചോദിച്ച് മറുപടി നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് കോട്ടയം പുതുപ്പള്ളിയിൽ നിന്ന് തോമസ് സക്കറിയ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഒരു 6 സെന്റ് വസ്തുവുണ്ട്. ഈ 6 സെന്റ് വസ്തു എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ദിശയിലല്ല കിടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആ വസ്തുവിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നത് കൃത്യമായി കിഴക്ക് ദിശയിൽ നിന്നല്ല സൂര്യൻ്റെ ഉദയസമയത്തുള്ള ഒരു ഇത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വസ്തുവിന് ഒരു ചരിവ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വസ്തുവിലാണ് അദ്ദേഹം വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വീട് വയ്ക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ, അല്ലെങ്കിൽ ഇത് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂമിയാണോ എന്നുള്ളതാണ്. സാധാരണ കോട്ടയം അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് വീട് വയ്ക്കുമ്പോൾ 5 സെൻറ്റും 6 സെൻറ്റും ഒന്നും ആയിരിക്കില്ല. അതൊക്കെ സാധാരണ ഒരു വളരെ 10, 20, 25, 30, 50 സെൻറ്റ് ഭൂമിക്കകത്തൊക്കെയാണ് വീടൊക്കെ വയ്ക്കുന്നത്. ഇദ്ദേഹം റോഡ് സൈഡായി സിറ്റിക്കകത്ത് മെയിൻ റോഡ് സൈഡായിരിക്കും ഈ 6 സെൻറ്റ് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. റോഡ് സൈഡായിരിക്കും, റോഡിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഈ 6 സെൻറ്റ് എന്നുള്ള കേസ്. അല്ലാതെ പിന്നെ ആ കോട്ടയം ഭാഗത്തൊക്കെ സ്വാഭാവികം എനിക്ക് അറിയുന്നുള്ളത്. ഈ ചോദിച്ച് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ കോണിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അതിന് വിദിക്കെന്ന് പറയും. ദിക്കുകൾക്ക് അതീതമായിട്ടല്ല, അതായത് ശരിക്കും പറഞ്ഞാൽ കിഴക്കിൻ്റെ നേരെ കറക്റ്റായിട്ടല്ലാതെ സൂര്യൻ ഉദിക്കാതെ കോണിലേക്ക് നിൽക്കുകയാണ്. ഒന്നുകിൽ വടക്ക് കിഴക്കേ മൂലപ്പോ അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലം ഇങ്ങനെ വല്ലാത്ത രീതിക്ക് ഉദിച്ചു വരുന്നത് അതിനാണ് വിദിക്കെന്ന് പറയുന്നത്. അപ്പം 15 ഡിഗ്രി വരെ നമുക്ക് ചരിവ് വരാം. ഉത്തരായനം ദക്ഷിണ എന്ന രീതിയിൽ ആ 15 ഡിഗ്രി വടക്കോട്ടും മറ്റ് 2 തെക്കോട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 15 ഡിഗ്രി വരെ നമുക്ക് ചെരിഞ്ഞ് വരുന്നതിന് നിയമ തടസ്സം ഇല്ല. അതിലുപരി ചേരുന്നത് നല്ലതല്ല. അപ്പോൾ അതിന് എന്താണ് പോംവഴി എന്ന് ചോദിച്ചിരുന്നാൽ കഴിയുന്നിടത്തോളം ആ സൂര്യൻ്റെ ദിശ നിൽക്കുന്നുണ്ട് അല്പം ഒന്ന് വീടിൻ്റെ ദിശ അല്പം ചരിച്ച് വീട് വയ്ക്കണമെന്നർത്ഥം. പക്ഷേ ഈ 6 സെൻറ്റിലേക്ക് ചരിക്കാൻ പരിമിതമാണ്. എന്നാലും അല്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ 10-20 സെൻറ്റ് തറ ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട് അല്പം ഒന്ന് വീടിനെ സ്വല്പം ചരിച്ച് നമുക്ക് പണിയാൻ സാധിക്കും. അപ്പോൾ ചരിച്ചിട്ട് വീട് പണിയുന്ന നിയമ തടസ്സമൊന്നുമില്ല. അല്ലാതെ നേരെ കറക്റ്റായിട്ട് കോണിലേക്ക് നീങ്ങുന്ന ഊർജ്ജ ലെവൽ കറക്റ്റ് അല്ലെന്നും പറയും. ആ വീട്ടിലേക്ക് ഊർജ്ജ ലെവൽ കറക്റ്റ് ആകില്ല എന്ന് പറയും. അതുകൊണ്ട് എപ്പോഴും തന്നെ വീട് സ്ഥലവും അല്ലെങ്കിൽ സ്ഥലം വാങ്ങുമ്പോൾ വീട് വയ്ക്കുന്ന സ്ഥലം വാങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് ഇക്കാര്യം നോക്കണം. നമുക്ക് കോമ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 7-8 മണിക്ക് വഴിയെന്ന് പറയാം നഗ്നനേത്രങ്ങൾ തന്നെ സൂര്യൻ്റെ ദിശ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വീട് വയ്ക്കാൻ സ്ഥലം നിശ്ചയിച്ച് വാങ്ങാൻ പോകുമ്പോൾ ഇതൊന്നും നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ആവശ്യം എന്തൊക്കെയാണ്? അത് ഒരു കാര്യം, ഇവിടെ വീട് വയ്ക്കാൻ സാധിക്കുമെന്നുള്ളത്. പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഈ ഗൃഹം പണിയുമ്പോൾ ഉത്തമമായിട്ടുള്ള ഭൂമി എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നുള്ളതും, പിന്നെ ഇതിൽ ഈ വീടിൻ്റെ ദിശ ഏത് ദിശയിലോട്ടാണ് വീടിൻ്റെ അഭിമുഖമായിരിക്കുന്നത്. സാധാരണ നമുക്കിപ്പോഴേ പിന്നെ നമ്മുടെ വാങ്ങുന്ന ഭൂമി, നമ്മുടെ കിടക്കുന്ന ഭൂമിക്ക് ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുമല്ലോ. റോഡോ അല്ലെങ്കിൽ ചെറിയ വഴിയോ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ വഴിയോ നടപ്പാത എന്തായിരുന്നു ഉണ്ടാകും. അപ്പോൾ അതിനെ അഭിമുഖീകരിച്ചായിരിക്കും നമ്മൾ യഥാർത്ഥ നമുക്ക് വീടിൻ്റെ ദിശ അത് ഫ്രണ്ട് വശം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മഹാദിക്കളെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ 4 ദിശയിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നമുക്ക് ദിശ വരുന്നത്. അല്ലാതെ 2 ഘട്ടത്തിൽ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറയും ഈ 4 ദിശയ്ക്ക് ഏതെങ്കിലും ഒരു ദിശയെ കണക്കാക്കിയാണ് നമുക്ക് വീട് വയ്ക്കേണ്ടത്. അപ്പോൾ ആ രീതി തന്നെയായിരിക്കും കിട്ടും. നമുക്കൊരു സ്വാഭാവികമായിട്ട് ഇപ്പോഴെല്ലാം തന്നെ റോഡ് വലിയ റോഡായിരുന്നാലും ചെറിയ റോഡായിരുന്നാലും വാഹന സൗകര്യമുള്ള ഭാഗത്തേക്ക് തന്നെയാണ് വീടിൻ്റെ ദിശ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തെന്താ ഉള്ളത്? അടുത്ത ഇതിനകത്ത് ഭൂമി ചരിവുള്ള ഭൂമിയാണെങ്കിൽ വീട് വയ്ക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ്, തെക്കോട്ട് ചരിഞ്ഞ് ഇരിക്കുന്ന വസ്തുവാണെങ്കിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം താണ ഭൂമിയാണെങ്കിൽ അവിടെ വീട് വയ്ക്കാമോ? അത് എങ്ങനെയാണ് വീട് വയ്ക്കുന്നതിന് അനുയോജ്യമാക്കുന്നത്? കാരണം ചില ആളുകൾ ഭൂമി വാങ്ങുമ്പോൾ അത് ചില സൈഡ് ചരിഞ്ഞ്
ഉള്ള ഭൂമി. അപ്പൊ അത് മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് പറയുന്ന പണ്ട് കാലം മുതലേ അല്പം വടക്കോട്ടോ കിഴക്കോട്ടോ ചെറിഞ്ഞ ഭൂമി ഉത്തമമാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, നല്ലത് തന്നെയാണ്. എന്നാൽ ഒരുപക്ഷെ നമുക്ക് വാങ്ങിപ്പോയാലേ കുടുംബത്തിൽ കിട്ടുന്ന ഭൂമിയാണ്, നമുക്ക് ഒരു 10 സെൻറ്റിനകത്താണ് സ്ഥലമാണുള്ളത്. നമുക്ക് തെക്കോട്ട് അല്പം ചരിവുള്ള ഭൂമിയാണെങ്കിൽ നമ്മൾ ആ തെക്കിൻ്റെ ഭാഗത്തിൻ്റെ ആ ഭാഗത്ത് കരിങ്കല്ല് കെട്ടി ലെവൽ ചെയ്ത് ആ പൊക്കണം. പൊക്കിയിട്ട് ഒരു 2-3 ഇഞ്ചെങ്കിലും ഈ വടക്കൻ കിഴക്കൻ ഭാഗത്തെ കെട്ടി തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങി വരത്തക്കയിൽ ഭൂമി കറക്റ്റ് ചെയ്യണം. അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന മഴവെള്ളവും കാര്യങ്ങളൊക്കെ വടക്കോട്ടോ കിഴക്കോട്ടോ ഒഴി വരത്തക്കയിലുള്ള സംവിധാനം ചെയ്യണമെന്നാണ്. അങ്ങനെ ആക്കിയിട്ട് നമുക്കതിൽ വീട് പണിയുന്നതിന് തടസ്സമില്ല. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ വടക്കോട്ടും കിഴക്കോട്ടും ചെറിഞ്ഞ ഭൂമി കിട്ടണമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം. അപ്പോൾ നമ്മളതിനെ ക്രമപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ ഭൂമി നല്ല ഭൂമി കിട്ടാൻ സാധിക്കാത്ത കാലം ആയതുകൊണ്ട് അങ്ങനെ ക്രമപ്പെടുത്തിയെടുക്കുന്നത് നല്ലത്. എന്നാൽ നമുക്ക് ഭൂമി നമുക്ക് ഉണ്ട്, കൈവശലുണ്ട് എങ്കിൽ തെക്ക് ചരിഞ്ഞ ഭൂമി നമ്മൾ ഒഴിവാക്കും. തെക്കോട്ടും പടിഞ്ഞാറോട്ടും ചരിവുള്ള ഭൂമി ഒഴിവാക്കും. അല്പം അങ്ങനെ ചരിവുള്ളത് കിഴക്കും വടക്കാണ് എടുക്കാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ ആ വസ്തുവിനെ ക്രമപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് നിയമതടസ്സം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് മറുപടി പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഈ ഇതേപോലെ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഏറ്റുമാനൂരിനാണ് വിളിച്ചിരിക്കുന്നത്, ജോൺസൺ ആണ്. ജോൺസൺ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഭൂമി ലഭിച്ചത് വീടിൻ്റെ ഷെയർ, അതായത് കുടുംബ ഷെയറായിട്ട് ലഭിച്ച ഭൂമിയിൽ കല്ലറ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കല്ലറ ഇരിക്കുന്നത് കൊണ്ട് അതെങ്ങനെയാണ് ആ വസ്തുവിനകത്ത് വീട് വയ്ക്കുന്നത്? അത് സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങളിൽ, അതായത് നമുക്ക് കോട്ടയം എല്ലാം വലിയ കല്ലറയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കുടുംബ വസ്തു ഒഴിമഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനടുത്തിട്ട് തന്നെ നമുക്ക് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കല്ലറ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ കല്ലറയ്ക്ക് സാധാരണ നമുക്ക് കല്ലറയോട് ബന്ധപ്പെട്ടാണ് നമുക്ക് നമ്മുടെ വീട് വയ്ക്കേണ്ട ഒരു ഇതുണ്ടെങ്കിൽ കല്ലറയ്ക്ക് തടസ്സം വരാത്തില്ല. ആ ഭാഗത്ത് ഒരു 5 അടി മിനിമം 5 അടി പൊക്കത്തിലൊരു മന കെട്ടി വേർതിരിക്കണം. ഈ കല്ലറയുടെ ഭാഗം വേർതിരിക്കുക. ആ കല്ലറയ്ക്ക് നേരെ നമുക്ക് ദർശനം വരാത്ത രീതിയിലാണ് വീട് വയ്ക്കേണ്ടത്. ഒരു പക്ഷേ നമുക്ക് ഈ വീടിൻ്റെ പൊസിഷൻ പിന്നെ അങ്ങനെ വരുള്ളെങ്കിൽ തന്നെയും നമുക്ക് കല്ലറയ്ക്ക് ആ ഭാഗത്തേക്ക് വീടിൻ്റെ ദർശനം വരാത്ത രീതിയിൽ നമുക്ക് ക്രമപ്പെടുത്തി നമുക്ക് വീട് വയ്ക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കണം. നമുക്ക് പിന്നെ പണ്ട് കാലത്തൊക്കെ ചെയ്ത കല്ലറകളും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടൊക്കെ വീട് വയ്ക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയുണ്ടെന്നിട്ട് ശരിയല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ എല്ലാം തന്നെ ഓരോന്നും മറിഞ്ഞ് പോകാറുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ഈ ഭൂമിയും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയും അവരുടെ ആ കല്ലറ പൊളിച്ചു മാറ്റുന്നതിനോടി ഞാൻ പൊളിക്കില്ലെന്നേ പറയുള്ളൂ. പക്ഷേ ചില ആൾക്കാർക്ക് ഷെയറിൽ വരും, ഷെയറിൽ വരുമ്പോൾ അവർക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്ത കാലം വരണമെങ്കിൽ അതിന് വിധിപ്രകാരം പിന്നെ സഭകളുണ്ടല്ലോ, പള്ളികൾക്ക് ഓരോ സഭയുണ്ട്. ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പള്ളിയിലെ അച്ഛന്മാരുടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പൂജാതി കർമ്മങ്ങളൊക്കെ ഹിന്ദുക്കളെ പോലെ അവർക്കും ഉണ്ട്. അവരുടെ അനുവാദത്തോടു കൂടി കല്ലറ നീക്കം ചെയ്ത സംവിധാനം ചെയ്യണം. തീർച്ചയായും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ തന്നെ നമ്മൾ കാണിക്കുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് വളരെ പെട്ടെന്ന് തന്നെ വീട് പണി നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് സംശയം വരും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്ന ഒരു സൗകര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. അല്ലാതെ നിങ്ങൾക്ക് വളരെ താമസിച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കാലതാമസം വന്നാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുക. നമസ്കാരം.